ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോളാണ് നമ്മൾ ചെയ്യുന്നത്. മീഷോ എന്നുള്ള കുറച്ച് ഡ്രസ്സുകളാണ്, കുറച്ച് ക്ലോത്ത് ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ക്ലോത്ത്സ് എന്ന് പറയുമ്പം അതിൽ തന്നെ വെസ്റ്റേൺ വെയർ വരുന്നുണ്ട്, കുർത്തീസ് വരുന്നുണ്ട്, ഷോർട്ട് കുർത്തി വരുന്നുണ്ട്, ഗൗണ് വരുന്നുണ്ട്, ഫുൾ ലെങ്ത്തിൽ വരുന്ന ഗൗണ് വരുന്നുണ്ട്, ഷർട്ട് ഡ്രസ്സ് വരുന്നുണ്ട്, ആൻഡ് ഷോർട്ട് ടോപ്സ് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഷോർട്ട് ടോപ്സ് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ പറയല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഫസ്റ്റ് കാണിച്ചു തരുന്നത് നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു നീ ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ബ്ലാക്ക് ഷെയ്ഡ് പ്ലസ് ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കിലാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, കുറച്ചിങ്ങനെ ഫ്ലെയർഡ് ആയിട്ട്, ഓവർ ഫ്ലെയർഡ് അല്ല, എന്നാലും നമുക്ക് ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. കാഷ്വലായിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ വെയർ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. സ്ലീവ് വന്നിട്ട് ഇതായി ഇങ്ങനെ ഫുൾ സ്ലീവ്, അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇട്ട ക്ലിപ്പ് കാണുമ്പോൾ ഏകദേശം ആ ഡ്രസ്സിനെ പറ്റിയൊരു ഐഡിയ കിട്ടും. ഈ എംബ്രോയ്ഡറി വർക്ക് നമ്മളെ സ്ലീവിലും വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ചൊരു ലൂസ്, എൻ്റെലേക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു സ്ലീവാണ്. അതിൻ്റെ ഇവിടെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക്, ഇവിടെ ഒരു ജസ്റ്റ് ഒരു റോപ്പ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. റയോൺ മെറ്റീരിയലാണ്. റയോൺ ആണെങ്കിൽ കൂടിയും പക്ഷേ കുറച്ചൊരു തിക്ക് കിട്ടും. നല്ലൊരു മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ. ഓക്കെ, സോ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 300 റുപ്പീസ്, 300 എന്ന് പറയാം, കാരണം 330 അവൈലബിൾ ആണ്, 300, 299 അവൈലബിൾ ആണ്, അങ്ങനെ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 300 സംതിങ്ങിന്, 300-ന് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. സോ എന്തായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കുർത്തി കാണിച്ചു തരാം. ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ മീഷോ എന്നുള്ള ഷോർട്ട് കുർത്തീസ്, കോട്ടൺ ഷോർട്ട് കുർത്തീസിന് ഭയങ്കര ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒരുപാടെണ്ണം ട്രൈ ചെയ്തു, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒന്നാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇട്ടിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ കൊടുക്കുമ്പോൾ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എത്രത്തോളം ഉണ്ടത്. ഇത് ഭയങ്കര ലെങ്ത്ത് ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഓവർ ഷോർട്ട്, ഇങ്ങനെ ഷോർട്ടായിട്ട് അങ്ങനെയല്ല, എനിക്കിത് കംഫർട്ടബിൾ ആണ്. ഒരു ലൂസ് ഫിറ്റ്, ഒരു ബാഗി ഫിറ്റ് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്താൽ നല്ല ലുക്കും ആയിരിക്കും, ആൻഡ് ഓൾസോ നല്ല കംഫർട്ടബിളും ആയിരിക്കും. സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. എൻഡിൽ ഇതാ ഇങ്ങനെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഒരു സെയിം പ്രിൻ്റാണ് നമ്മളെ നെക്കിൻ്റെ ഭാഗത്തും വന്നിട്ടുള്ളത്. റൗണ്ട് പ്ലസ് ഇങ്ങനെ ജസ്റ്റ് ഒരു വി കട്ടിങ്ങിലാണ് നെക്ക് വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഷോർട്ട് കുർത്തീസ്. ഒരുപാട് പേര് നമ്മളെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അധികവും വെയർ ചെയ്യാറ് ഷോർട്ട് കുർത്തീസ് പ്ലസ് ഒരു ബാഗ് ഫിറ്റ് ജീൻസ്. ഭയങ്കര ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ വെയർ ചെയ്യാനും എനിക്കിഷ്ടമാണ്. സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 273 റുപ്പീസ് എങ്ങാനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു കേട്ടോ ഈ ഒരു ഷോർട്ട് കുർത്തി. കാരണം കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ ഇങ്ങനത്തെ കുറച്ച് ഷോർട്ട് കുർത്തീസും രണ്ട് മൂന്ന് വേണ്ട, 2 ബാഗി ഫിറ്റ്, ഓർ നിങ്ങൾക്ക് ഏത് ഫിറ്റാണോ ഇഷ്ടം അങ്ങനത്തെ ഫിറ്റ്സിൽ വരുന്ന ഡെനിം പാൻസും ഉണ്ടെങ്കിൽ സോ അത് മതി. നമുക്ക് ഒരുപാട് കാഷ്വൽ വെയറിനും ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അത്ര പ്രൈസും വരുന്നില്ല, 100 സംതിങ്ങിന് അവൈലബിൾ ആണ്, 198 റുപ്പീസിന് അവൈലബിൾ ആണ് ഷോർട്ട് കുർത്തീസ്, 200 സംതിങ്ങിന് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഗൗണാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗണാണ്. ജസ്റ്റ് 498 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ പ്രൈസ് പറയാമെന്ന് വിചാരിച്ചു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ പിക്ചറിൽ കണ്ടതിലും ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിക്ചറിൽ കണ്ടപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, ട്രൈ ചെയ്യാലോ വിചാരിച്ചിട്ട്
നല്ലതാണെങ്കിൽ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് പറയേണ്ടത് എല്ലാം നല്ല പറയുന്ന അല്ല. ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ കംഫർട്ടബിൾ ആണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം അതിൽ നിന്ന് നല്ലത് എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ വരുന്നത് ചിലത് എനിക്ക് കാണിക്കണം എന്നുണ്ടാവും, ചിലത് കാണിക്കേണ്ട മീൻസ് അങ്ങനെയുള്ളതാണ് ഞാനിങ്ങനെ ഓക്കെ പറയുന്നതും ഉണ്ടാവാറുണ്ട്. അതാണ് ചിലത് മാത്രം അങ്ങനെ വരുന്നത്. കൂടുതലും എനിക്ക് ഓക്കെ അല്ല തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കാറുണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല, കാരണം കാണിച്ചു തന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പിന്നെയും മീൻസ് എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല നമ്മൾ കാണിച്ചു തരുന്നത്. നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ കുടുങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ കാണിച്ചു തരില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കുമ്പോഴൊക്കെയാണ് ആ ഒരു ചിലതിൽ മാത്രം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. കാണിക്കുന്ന ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ചുരുക്കം ചിലരാണ് നമുക്ക് കമൻറ്റ് ബോക്സിൽ, അതും എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല, കമൻറ്റ് ബോക്സിലൊക്കെ കാണാം ക്വാളിറ്റി കുറവാണല്ലോ, മീൻസ് ചിലത് മാത്രമാണ് അങ്ങനെ വരാറ്. പക്ഷെ ഞാനത് പറഞ്ഞിട്ടുണ്ടാവും, എനിക്കത്ര ഓക്കെ അല്ലെങ്കിൽ ഞാനത് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. സോ ഇത് ഞാൻ പിക്ചറിൽ കണ്ടതിലും കുറച്ചുകൂടി അടിപൊളിയായിട്ടാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്തു പിക്ചറിൽ കണ്ടതിലും. ക്രേപ്പാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്, ബട്ട് ക്രേപ്പ് തന്നെ ഫിറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രേപ്പിൽ കുറച്ചൊരു ഭംഗിയിൽ വന്നിട്ടുള്ളൊരു ഗൗൺ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ സ്ലീവൊക്കെ നല്ല ഭംഗിയുണ്ട്. സ്ലീവ് ഇങ്ങനെ ഹാൻഡിലേക്ക് എലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ളൊരു ഫുൾ സ്ലീവിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും എലാസ്റ്റിക് ആണ്, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ എലാസ്റ്റിക് ആണ്. സോ അത് ചിലർക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, വലിയ കുഴപ്പമില്ല, വൃത്തിയിൽ നിൽക്കുന്നൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല, വൃത്തിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എനിക്കങ്ങനെ വലിയ ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇങ്ങനെ ചിലതുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം എലാസ്റ്റിക് വരും, മേലോട്ട് എലാസ്റ്റിക് ഇല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഞാൻ ട്രൈ ആക്കാറില്ല ഗൗൺസ്, അതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. ഇത് കംപ്ലീറ്റ് ഇവിടെ ഒരു എലാസ്റ്റിക് വരുമ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊരു ഇഷ്ടത്തിനനുസരിച്ച് ട്രൈ ആവുന്നതാണ്. സോ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് ലെങ്ത് ആണെങ്കിലും അതിൻ്റെ ഒരു ചില ഗൗൺസ് നമുക്കൊരു വൃത്തി തോന്നില്ല, പക്ഷെ ഇത് നല്ലൊരു വൃത്തി തോന്നി. ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ആണെങ്കിലും ആ ഒരു ഇട്ടിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റെഡിൽ വൈറ്റ് പ്രിൻ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, 498 റുപ്പീസാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈസ് എല്ലാം ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. ഓക്കെ, XXL എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ, ഇതുവരെ ഞാൻ കാണിച്ചൊന്നും XXL എടുത്തിട്ടില്ല, XL ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പ്രോഡക്റ്റ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഈ ഒരു ഓവർ സൈസിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്തത് കാണിച്ചു തരുന്നത്. നല്ല ഫിറ്റിംഗ്, എനിക്കിതിൻ്റെ ഫിറ്റിംഗ് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി പറയാനാണെങ്കിൽ ക്രേപ്പ് അല്ല, ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. പക്ഷേ ഇതിൻ്റെ ഫിറ്റിംഗ് കാരണം ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി കുറച്ച് നമുക്ക് ഓക്കെ പറയാം. അതായത് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫിറ്റിംഗ് ഉണ്ടല്ലോ, ഒരു ബാക്കിലേക്കുള്ളൊരു ഇട്ട ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും, ബാക്കിലേക്കുള്ളൊരു ഇങ്ങനെ കണ്ടോ പ്ലീറ്റഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ബാക്കിൽ, കണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് ഇത് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. മെറ്റീരിയൽ ഇങ്ങനെ ചീത്താവുന്ന മെറ്റീരിയൽ നല്ല ഉദ്ദേശിച്ചത്, എനിക്ക് കോട്ടൺ ആണ് കൂടുതലും ഇഷ്ടം. ഇത് കോട്ടൺ അല്ല, ഇതൊരു കോട്ടൺ ബ്ലാൻഡ് മെറ്റീരിയൽ ആണ്, പക്ഷേ ഓക്കെ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഓക്കെ അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊരു 10 എടുക്കുകയാണെങ്കിൽ ഒരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സോ മെറ്റീരിയൽ മാത്രം ആൻഡ് ഫിറ്റിംഗ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ബാക്കിയെല്ലാം, ഒരു ഫിറ്റിംഗ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ, നല്ല ഉണ്ട്. ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫിറ്റിംഗ് ഭയങ്കര ഇഷ്ടമായി, കാരണം ബാക്കിലുള്ള ഒരു സ്ലീവ് ആണെങ്കിലും ഒരു ലൂസ് ഫിറ്റ് പാൻറ്റിനൊക്കെ ഇട്ടാൽ നല്ല ലുക്ക് ഉണ്ടാവും. ഓൾസോ ഇതിൻ്റെ ഷെയ്ഡ് പ്രിൻറ്റ് അതൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 465 റുപ്പീസാണ്. അതിന് ഒരു വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, കാരണം ഇതിൻ്റെ ഈ ഒരു ഫിറ്റിംഗ് ഈ ഒരു സ്റ്റിച്ചിങ്ങിലൊന്നും ആ ഒരു പ്രൈസിന് അവൈലബിൾ ആയിട്ട് കാണാറില്ല. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല വർത്തായിട്ട് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് XXL ആണ്. ഓക്കെ, ഇതുവരെ എടുത്തിട്ടുള്ളത് XL ആണ്, ഇത് XXL ആണ്. സോ ഞാൻ പറഞ്ഞല്ലോ ഷർട്ട് ടൈപ്പിൽ വരുന്നത് XXL ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സൈസിലും നോർമൽ സൈസിലും ഒന്ന് അപ്പാണ് എടുക്കാറ്. അതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാറ്. സോ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആണ്, എനിക്ക് കോട്ടൺ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു നല്ല നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ ഞാൻ കൂടുതലും
ഞാൻ എടുക്കാറ് കോട്ടൺ ആണ്, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണത്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇത് നെക്സ്റ്റ് പ്രോഡക്റ്റ് യെസ്, ഈ ഒരു ഡ്രസ്സാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓവർ കമൻറ്റ്സ് അതിൽ നമുക്ക് റീൽ തന്നെ നമുക്ക് ചിലത് കാണുമ്പോൾ ഭയങ്കര കമൻറ്റ്സ് വരും, കാരണം ലിങ്ക് ചോദിച്ചിട്ട്. പക്ഷേ ഇത് ഞാൻ അതിങ്ങനെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഈ ഒരു റോപ്പ് കണ്ടോ, ഈ ഒരു റോപ്പ് കണ്ടിട്ടാണ് അധികം ആരും ട്രൈ ആക്കി നോക്കാത്തതെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഒരു റോപ്പ് ചിലർ വിചാരിക്കുന്നത് ഇതിങ്ങനെ ഇവിടെ സ്റ്റിച്ചഡ് അല്ല എന്നാണ്. അപ്പം നമുക്കിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടുന്ന പോലെ, പക്ഷെ അല്ല, ഇത് സ്റ്റിച്ചഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോപ്പിന് വലിയ പ്രശ്നമില്ല. എനിക്കും ഇങ്ങനെ എടുത്ത് കെട്ടുന്നതിനോട് വലിയ താല്പര്യമില്ല, നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിവിടെ ഇങ്ങനെ അതെനിക്ക് അതിൽ പറയാൻ വിട്ടുപോയി, ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചഡ് ആയിട്ടാണ് വരുന്നത്. അതിനോട് ഇതിനൊരു പ്രശ്നമില്ല, ഇത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യാണ്, എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടാവും. ഷോർട്ടല്ല, ഓവർ ഷോർട്ടല്ല, നമ്മൾ ഷോർട്ട് കുർത്തീസൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല രസമാണ്. സോ സ്ലീവ് വന്നിട്ട് നോർമൽ 3/4 സ്ലീവ് ആണ്. നെക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ള ആ ഒരു ഭംഗിയിൽ ഇങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചറാണ് കേട്ടോ, അതിനോട് ആ പ്രശ്നമല്ല, നിങ്ങൾക്ക് സ്റ്റിച്ചറാണ്. ജസ്റ്റ് ഒരു റോപ്പ് അവിടെ കൊടുത്തെന്നും മാത്രമേ ഉള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഓവർ ഷോർട്ട് അല്ല, ഒരു ഷോർട്ട് കുർത്തീസിനൊക്കെ പോലെ തന്നെ. ഓക്കെ, സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് XL ആണ്, നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 390 റുപ്പീസിലാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എനിക്ക് നല്ല വർത്തായിട്ട് തോന്നുന്നു, കാരണം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഷോർട്ടായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നല്ല ഷോർട്ടാണ് കേട്ടോ, അത് ഇട്ടിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ കൊടുക്കാം. ഞാനൊരു സ്കേർട്ടിൻ്റെ കൂടെയാണ് വെയർ ചെയ്തിട്ടുള്ളത്, പിന്നെ ലൂസ് പാൻസിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്, കാരണം ബാക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ്. ബാക്ക് ഓക്കെ ലെങ്ത്ത് വരുന്നുണ്ട്, ഫ്രണ്ട് കുറച്ച് കയറിയിട്ടാണ്. ഒരു ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. സോ ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി സൈസ് പ്രതീക്ഷിച്ചു, XXL ആയിരിക്കാം ചൂസ് ചെയ്തിട്ടുള്ളത്, കാണുന്നില്ല, സൈസ് XXL തന്നെ ആയിരിക്കും ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ, അല്ലാതെ ഒരിക്കലും ഞാൻ ഈ ഒരു ഷോർട്ട് ഡ്രസ്സിൽ ചൂസ് ചെയ്യില്ല. സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നോർമൽ നമ്മളെ ഷർട്ട് സ്ലീവ് ആണ്, ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത്. പിന്നെ കോളറാണ്, ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. 2 പോക്കറ്റ് വരുന്നുണ്ട്, 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മളെ റയോൺ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്, കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ മീൻസ് കുറേ കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 200 സംതിങ് എങ്ങാനും ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അതിനെനിക്ക് വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫിറ്റിംഗ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു. ഷോർട്ട് ഡ്രസ്സ് ഇടാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല കംഫർട്ടബിൾ ആയിട്ട്. ഷോർട്ട് ഡ്രസ്സ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു വെസ്റ്റേൺ ഡ്രസ്സാണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു വെസ്റ്റേൺ ഡ്രസ്സാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ, ഇതിനെന്തോ ഒരു മെറ്റീരിയൽ പേര് പറയുമല്ലോ, നല്ല ക്വാളിറ്റി കേട്ടോ, ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നല്ലൊരു വെസ്റ്റേൺ ഡ്രസ്സാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത്രയും ക്വാളിറ്റിയിൽ ചെറിയ പ്രൈസേ വരുന്നുള്ളൂ. അവൈലബിൾ ആയിട്ട് എന്താ വന്നത് എനിക്കറിയില്ല, ജസ്റ്റ് 398 റുപ്പീസ് എങ്ങാനും ഇതിന് വന്നിട്ടുള്ളൂ. ഓക്കെ, ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിനൊരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് ബെൽറ്റ് വന്നിട്ടുള്ളത്, പക്ഷേ ഞാൻ ബെൽറ്റ് ഇടാതാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ബെൽറ്റ് ഇടുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ബോഡി ഹഗ് ചെയ്യുന്ന പോലെ തോന്നുക. സോ ബെൽറ്റ് ഇടാതാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഓക്കെ ആയിട്ടുള്ള സൈസിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, അത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇട്ടും സ്റ്റൈൽ ചെയ്യാം, ഡ്രസ്സ് ഉണ്ടാവും. സോ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ലൂസ് സ്ലീവാണ്, നല്ല ഭംഗിയുണ്ട്. സ്ലീവൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭംഗി മനസ്സിലാവും. പിന്നെ കോളറാണ് വന്നിട്ടുള്ളത്, നമ്മൾ നോർമൽ ഷർട്ട് പോലെ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രെഗ് പോലെ ബട്ടൺസ് അയച്ചിട്ട് സ്ട്രെഗ് പോലെ വെയർ ചെയ്യാം, നല്ല ഉണ്ടാവും. ആൻഡ് പിന്നെന്താ,
ഇത് ഓവർ ബോഡി ഹഗ് ചെയ്യുന്ന പോലെയല്ല, പക്ഷെ കാണുമ്പോൾ നമുക്കൊരു ബോഡി ഹഗ് ചെയ്തിട്ടുള്ളൊരു ഇതുപോലെ തോന്നുമെങ്കിൽ കൂടിയും അത്യാവശ്യം വൃത്തിയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഇതായിരിക്കും. കാരണം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ടായിരിക്കും നമ്മളെ ബോഡി ഓവർ ഹഗ് ചെയ്യുന്ന പോലെ നിൽക്കാത്തത്. എനിക്കിത് നല്ല ഇഷ്ടമായി. ഇട്ടിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇട്ടപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായത്. പിക്ചറിൽ കണ്ടപ്പോൾ ഇഷ്ടമായി, കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അല്ല ഇത് എനിക്ക് പറ്റുമോ അങ്ങനെയുള്ള ഒരു തോട്ടായിരുന്നു. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഫിറ്റിംഗ് എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. സോ ഷെയ്ഡ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ XXL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ നോക്കിക്കോ. അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ക്വാളിറ്റി അടിപൊളിയാണ്. സോ എല്ലാം ഫിറ്റിംഗ് ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. നല്ലൊരു അടിപൊളി ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്തായാലും ട്രൈ നോക്കി, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു വെസ്റ്റേൺ ഷർട്ട് ഡ്രസ്സ് അടിപൊളിയാണ്. ആ ഒരു കുർത്തി ഉണ്ടല്ലോ, ഷോർട്ട് കുർത്തി, ഞാൻ ഭയങ്കര ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഇഷ്ടമാണ്. പിന്നെ ഒരു ബ്ലാക്ക് കാണിച്ചു തന്നില്ല ഫസ്റ്റ്, അത് അടിപൊളിയാണ്. ആ ഒരു ബ്ലൂ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, അത് അടിപൊളിയാണ്. എല്ലാം ഗൗൺ അടിപൊളിയാണ്, എല്ലാം ഇഷ്ടമായിട്ടോ. പിന്നെ ആ ഒരു ഗ്രീനാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. എന്നാലേ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.